ഒരു വിശ്വാസിന്റെ അടുത്ത് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉണ്ടെന്നേ പറയുള്ളൂ. പക്ഷെ ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളൊരു ഉത്തരമായിരിക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷെ അവരും ഉണ്ടെന്നേ പറയുള്ളൂ. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമാണ് എന്തുകൊണ്ടാണ് സയന്റിസ്റ്റുമാരും ദൈവം ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഒരാൾ ചുമ്മാ റോഡിൽ നടന്നു പോയിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഇദ്ദേഹം താഴത്ത് ഒരു പേപ്പർ എടുക്കുന്നതുണ്ട്. അങ്ങനെ ഇത് കണ്ട് ഇദ്ദേഹം ആ പേപ്പർ എടുത്ത് നോക്കി വായിച്ചു നോക്കുമ്പോഴുണ്ട് അതിന്റെ അകത്ത് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതായത് ഹെയ് എന്നുള്ളൊരു വാക്കതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയുകയാണ്, ആ ഒരു ഇൻഫർമേഷൻ, അതായത് ആ പേപ്പറിൽ ഹെയ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇല്ലേ, അത് തനിയെ നാച്ചുറലി ഫോം ചെയ്ത ഒരു ഒക്കറൻസ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ നിൽക്കോ? ഇല്ലല്ലോ. കാരണം ഹെയ് എന്ന് പറയുന്ന ആ ഒരു ഇൻഫർമേഷൻ അതൊരു ഇന്റലിജന്റ് സ്പീഷീസ് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം മാത്രമാണ്. അതായത് നമ്മളെ പോലെ ഒരു ഇന്റലിജന്റ് സ്പീഷീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് സംഭവിക്കുള്ളൂ. അതായത് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവുള്ളൂ. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റലിജന്റ് സ്പീഷീസിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം മാത്രമാണ്. അല്ലാണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാച്ചുറലി ഒക്കർ ചെയ്യാനുള്ള സാധ്യതകളിലൊക്കെ വളരെ 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 കുറവാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. നമ്മളെല്ലാവരും ഇപ്പൊ ജീവിക്കുന്നത് ശരിക്കും ടെക്നോളജിക്കൽ ഇറയിലാണ്. അതായത് കമ്പ്യൂട്ടർ യുഗം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ക്ലാസ്സിലാണ് ശരിക്കും നമ്മളിപ്പോ ജീവിക്കുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷന്റെ പാക്കറ്റ്സ് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നില്ലേ, അത് ശരിക്കും ഇങ്ങനെ ഒരു രൂപത്തിലാണുള്ളത്. അതായത് വൺസിന്റെ സീറോസിന്റെ പല പല കോമ്പിനേഷൻസിന്റെ ആ ഒരു റിസൾട്ടന്റ് ആണ് ശരിക്കും ഈ ഒരു വീഡിയോ. ഈ വീഡിയോ മാത്രമല്ല, നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ഡിജിറ്റൽ ഇൻഫർമേഷനും ഇതേ രീതിയിലാണ് സ്റ്റോർ ചെയ്യപ്പെട്ടത്. അതായത് വൺസിന്റെ സീറോസിന്റെ പല 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 കോമ്പിനേഷൻസിലാണ് ശരിക്കും ഇതിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് ശരിക്കും നമ്മൾ ബൈനറി കോഡ്സ് എന്ന് പറയുന്നത്. അതായത് 1ഉം 0ഉം പല പല അറേഞ്ച്മെന്റ്സിൽ വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ബൈനറി കോഡ് ഉണ്ടാവുന്നത്. ഇതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ 1 എന്ന് പറയുന്നത് ഓൺ സ്റ്റേറ്റിനെയും 0 എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റിനെയാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ശരിക്കും ബൈനറി കോഡ്സ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പ്, അതായത് ബൈനറി കോഡ്സിനൊക്കെ മുമ്പ് ഈ ഓൺ ഓഫ് സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരുന്നത്. ബൈനറി കോഡ്സിലൂടെ ഇൻഫർമേഷൻ സേവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ടെക്നിക്കില്ലേ, അത് കണ്ടുപിടിച്ചത്, അത് ഡിറൈവ് ചെയ്തത് നമ്മളെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് മാത്രമാണ്. അതല്ലാണ്ട് ഇത് ഒരിക്കലും ഒരു നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ലല്ലോ. ആ കാര്യം നിങ്ങൾ എല്ലാവരും എന്നോട് യോജിക്കുന്നുണ്ടല്ലോ. ഇനി ബൈനറി കോഡ്സ് എന്തൊരു കോംപ്ലക്സ് ആണെന്നുള്ള ഒരു കാര്യം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ അദ്ദേഹത്തിന് കൈ കിട്ടിയ ഒരു പേപ്പറിന്റെ അകത്തൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതായത് ഹെയ് എന്ന് പറഞ്ഞ ഒരു വാക്ക് അതിനകത്ത് എഴുതിച്ചിട്ടില്ലേ. ഈ ഹെയ് എന്നുള്ളത് ബൈനറി കോഡിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. ഹായ്ന്നോ ഹെയ്ന്നോ അതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ആ 2 അക്ഷരങ്ങളില്ലേ, അതിന്റെ ബൈനറി കോഡാണ് ശരിക്കും നിങ്ങളിപ്പോ ഈ കാണുന്നത്. അതായത് ഒരുപാട് വൺസിന്റെയും സീറോസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും ഇത്. എച്ച് എന്നുള്ള ഒരു ക്യാരക്ടറിനെ കമ്പ്യൂട്ടർ കാണുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബൈനറി കോഡ്സ് ആയിട്ടാണ്. അതായത് കമ്പ്യൂട്ടറിന് ഇങ്ങനെ ഒരു കോഡ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് വൺസിന്റെ സീറോസിന്റെ ഒരു കോമ്പിനേഷൻ കമ്പ്യൂട്ടറിന് കിട്ടിക്കഴിഞ്ഞാൽ അത് എച്ച് ആണെന്നുള്ള കാര്യം കമ്പ്യൂട്ടറിന് മനസ്സിലാവും. ഈ ഒരു രീതിയിലാണ് ശരിക്കും കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ശരിക്കും നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നത്. നമ്മളിപ്പോ ഫോൺ എടുത്തോട്ട് ഒരു ആപ്പ് തുടങ്ങുകയാണെങ്കിൽ ആ ആപ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അത് ശരിക്കും ബൈനറി കോഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ ലോകം മുഴുവനും ശരിക്കും ബൈനറി കോഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതേ കേസ് തന്നെ നമുക്ക് ബയോളജിയിൽ എടുത്തു നോക്കാം. ബയോളജിയിൽ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് DNA ആയിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ കോടാനും കോടിക്കണക്കിന് സെല്ലുകളുണ്ട്. ഈ സെല്ലുകളുടെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന്റെ അകത്ത് DNA എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു സ്പീഷീസിനെ മനുഷ്യനാക്കുന്നതും ചിമ്പാൻസി ആക്കുന്നതും ബ്ലൂ വെയിൽ ആക്കുന്നതും പൂച്ചയാക്കുന്നതും ഈ പറയുന്ന DNA ആണ്. അതായത് DNA അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് പല പല സ്പീഷീസ് ഉണ്ടാവുന്നത്. ഇനി DNA അകത്ത് എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത്, പക്ഷെ വളരെ സ്ലോ ആയിട്ട് ഞാൻ പറയാം. അപ്പൊ എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ ഒരുപാട് സെല്ലുകളുണ്ട്. അതായത് കോടിക്കണക്കിന് സെല്ലുകളുണ്ട്. ഈ സെല്ലുകളുടെ അത് നമുക്ക് ന്യൂക്ലിയസ് കാണാൻ പറ്റും. ന്യൂക്ലിയസ് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ DNA കാണാൻ പറ്റും. ഈ DNA അകത്താവട്ടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ബേസസ് ഉണ്ട്. അതായത് AGTC എന്ന് പറയുന്ന 4 ബേസസ് നമുക്ക് കാണാൻ പറ്റും. ഈ 4 അക്ഷരങ്ങളില്ലേ, അതായത് ഈ 4 ബേസസ് ഇല്ലേ, അതിന്റെ പല 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 അറേഞ്ച്മെന്റ്സ് ആണ് പല സ്പീഷീസിന്റെ അകത്തുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനുഷ്യരുടെ DNA അകത്ത് കിടക്കുന്ന ഒരു ഇൻഫർമേഷൻ AGTC എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചതെന്ന് വിചാരിച്ചു. ഈ 4 അക്ഷരം ഈ ഒരു പാറ്റേണിലാണ്, ഈ ഒരു അറേഞ്ച്മെന്റിലാണ് വച്ചേക്കുന്നതെന്ന് വിചാരിച്ചു. ചിമ്പാൻസിന്റെ DNA എടുത്ത് നോക്കുമ്പോൾ AGTCക്ക് പകരം AGCT എന്നായിരിക്കും. അതായത് ഈ 4 അക്ഷരങ്ങളും പല പല അറേഞ്ച്മെന്റ്സ് വരുമ്പോൾ അത് പല പല സ്പീഷീസ് ആയിട്ട് മാറുന്നു. ഇൻ റിയാലിറ്റി ഈ 4 അക്ഷരങ്ങൾ മാത്രമല്ല ഉള്ളത്. ഈ 4 അക്ഷരങ്ങൾ ഒരു 1-2 കോടി ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് ഈ 4 അക്ഷരങ്ങളുടെ
പല 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 കോമ്പിനേഷൻസ് ആയിട്ട് ഈ 1-2 കോടി ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതാണ് ശരിക്കും ഈ പറയുന്ന DNA അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് 4 അക്ഷരങ്ങൾ കൊണ്ടുള്ള പല പല കോമ്പിനേഷൻസ് ആണ് പല പല സ്പീഷീസ് ആയിട്ട് മാറുന്നത്. അതായത് എന്നെ മനുഷ്യനാക്കുന്നതും ചിമ്പാൻസി ആക്കുന്നതും ഈ 4 ലെറ്റേഴ്സിന്റെ പല പല കോമ്പിനേഷൻസ് കൊണ്ട് മാത്രമാണ്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു AGTC എന്ന് പറഞ്ഞ 4 ലെറ്റേഴ്സ് ഇല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോഡാണ്. ഈ ഒരു കോഡ് എടുത്ത് ഞാനൊരു DNA അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ DNA മൂലം ഉണ്ടാവുന്ന ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബട്ടർഫ്ലൈ ആയിരിക്കും. എന്നാൽ നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു കോഡില്ലേ, അത് നേരത്തെ കണ്ട കോഡിനും വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഡാണ്. ഞാൻ ഈ ഒരു കോഡ് എടുത്തിട്ട് DNA അകത്ത് ഇട്ടിട്ട് അത് മൂലം ഉണ്ടാകുന്ന സ്പീഷീസ് ചിലപ്പോൾ ഞാനായിരിക്കും, അതായത് ഹ്യൂമൻസ് ആയിരിക്കും. അങ്ങനെ ഈ ലെറ്റേഴ്സിന്റെ പല പല അറേഞ്ച്മെന്റ്സും വരുമ്പോഴാണ് പല പല പുതിയ സ്പീഷീസ് ആയിട്ട് മാറുള്ളൂ. ഇതേപോലത്തെ സംഭവം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് തന്നെയല്ലേ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞത്. അതായത് 1s and 0s എന്ന് പറയുന്ന ആ ഒരു ബൈനറി കോഡിന്റെ പല പല കോമ്പിനേഷൻ കാരണമാണ് ശരിക്കും പല പല ക്യാരക്ടേഴ്സ്, അതായത് ABCD എന്ന് പറഞ്ഞാൽ പല പല ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നതും പല സിമ്പിൾസ് ഉണ്ടാവുന്നതും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന അടക്കം ഇത്തരത്തിലുള്ള കോഡിന്റെ കോമ്പിനേഷൻസ് കൊണ്ടാണ്. അതായത് AGTC എന്ന് പറയുന്ന ആ ഒരു DNA അകത്തെടുക്കുന്ന ഒരു കോഡും ഈ 1s and 0s എന്ന് പറയുന്ന ഒരു കോഡും ശരിക്കും സിമിലർ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതായത് രണ്ടും ബേസിക് കോഡ്സ് ആണ്. AGTCയുടെ പല പല കോമ്പിനേഷൻസ് ആണ് പല പല സ്പീഷീസ് ഉണ്ടാവുന്നതെങ്കിൽ 1s-ന്റെ 0s-ന്റെ പല പല കോമ്പിനേഷൻ കാരണമാണ് പല പല ക്യാരക്ടേഴ്സ്, ഈ പറഞ്ഞ പല പല വീഡിയോസും പല പല ഇൻഫർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അതായത് രണ്ടും സിമിലർ ആയിട്ടുള്ള വർക്കിംഗ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഒന്ന് മനുഷ്യരുണ്ടാക്കിയെടുത്ത സംഭവമാണ്. അതായത് ബൈനറി കോഡ് എന്ന് പറയുന്നത് ഒരു ഇന്റലിജന്റ് സ്പീഷീസ് ആയിട്ടുള്ള മനുഷ്യരുണ്ടാക്കിയെടുത്ത ഒരു ടെക്നിക്കാണ്. ഈ പറയുന്ന AGTC എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് ആരായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ എക്സാമ്പിൾസ് ആണ്. ഇനി ശരിക്കുള്ള കോംപ്ലക്സിറ്റി ഞാൻ കാണിച്ചു തരാം. ഈ ഓരോ DNA അകത്തും നേരത്തെ പറഞ്ഞ ഒരു AGTC എന്ന് പറഞ്ഞാൽ 4 ലെറ്റേഴ്സ് ഇല്ലേ, ഇത് തമ്മിലുണ്ടാവുന്ന പല പല കോമ്പിനേഷൻസുമായിട്ട്, അതായത് 3 ബില്യൺ AGTCന്റെ പല പല കോമ്പിനേഷൻസ് ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും മനുഷ്യരുടെ ആ ഒരു ഇൻഫർമേഷൻ ശരിക്കും ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഓരോ സെൽസിന്റെ അകത്ത് കിടക്കുന്ന ആ ഒരു ഇൻഫർമേഷന്റെ ലെങ്ത് ആണ് ശരിക്കും ഞാനിപ്പോ പറഞ്ഞത്. അതായത് 3 കോടി ക്യാരക്ടേഴ്സിന്റെ കോമ്പിനേഷൻ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ സ്പീഷീസും ഇല്ലേ, എല്ലാ ചെടികളും ആനിമൽസും എല്ലാ സംഭവങ്ങളും ഇല്ലേ, അതിന്റെ അകത്ത് കിടക്കുന്ന DNA അകത്ത് ഈ പറയുന്ന 4 ലെറ്റേഴ്സ്, അതായത് AGTC എന്ന് പറയുന്ന ഈ 4 സംഭവം, ഈ 4 ബേസിസ് ഇല്ലേ, അതിന്റെ പല 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 കോമ്പിനേഷൻസ് കാരണമാണ് ശരിക്കും അവരൊക്കെ പല പല സ്പീഷീസ് ആയിട്ട് ഇങ്ങനെ പോയിരിക്കുന്നത്. അത് നമ്മുടെ ഉൾപ്പെടെ അങ്ങനെയാണ് ശരിക്കും ഉണ്ടായിരിക്കുന്നത്. AGTC എന്ന് പറയുന്ന ഈ 4 ബേസിസും എല്ലാത്തിലും സെയിം ആയിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർ മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് നമ്മുടെ ലോകത്തിൽ മനുഷ്യർക്ക് മാത്രം വീണ്ടും വിചാരമുള്ളത്? എന്തുകൊണ്ടാണ് കോടാനും കോടി സ്പീഷീസുകൾ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു ലോകത്ത് മനുഷ്യർക്ക്, അതായത് ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്പീഷീസിന് മാത്രം ഇന്റലിജൻസ് ഉള്ളത്? അപ്പോൾ ഇവിടുത്തെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് AGTC എന്ന് പറയുന്ന ഈ 4 ലെറ്റേഴ്സ് ആണ്. ഒരു എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞുതരാം. 2 ബുക്കുകൾ എടുക്കാം. ഈ 2 ബുക്കിന്റെ അകത്തും കൊടുത്തിരിക്കുന്നത് ABCD എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പല പല അറേഞ്ച്മെന്റ്സിൽ വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന പല പല വാക്കുകളാണ് ഈ 2 ബുക്കിലും കൊടുത്തിരിക്കുന്നത്. ഈ 2 ബുക്കിൽ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിലും ഈ രണ്ട് വേറെ ബുക്കുകളാണ്. അതായത് ഒന്ന് ചിലപ്പോൾ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും, ഒന്ന് ചിലപ്പോൾ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. പക്ഷെ രണ്ടിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആൽഫബറ്റ്സ് മാത്രമാണ്. ഈ 2 ബുക്കുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് മാത്രമാണ് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത്. ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ആൽഫബറ്റ്സിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് റാഡിക്കലി ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് DNAയുടെ ബേസിസിന്റെ സിറ്റുവേഷൻ. അതായത് AGTC എന്ന് പറയുന്ന ഈ ഒരു 4 ക്യാരക്ടേഴ്സ് ഇല്ലേ, ഈ ഒരു 4 ബേസിസ് ഇല്ലേ, അതിന്റെ പല 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 കോമ്പിനേഷൻസ് ആണ് പല 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 സ്പീഷീസ് ഉണ്ടാക്കുന്നത്. എന്നിട്ടും ഹോമോസേപ്പിയൻസിന്, അതായത് നമ്മൾക്ക് മാത്രം എന്തുകൊണ്ട് ഇന്റലിജൻസ് കിട്ടി എന്നുള്ളൊരു ചോദ്യമാണ് ശരിക്കും അവിടെ നിൽക്കുന്നത്. മനുഷ്യരും ചിമ്പാൻസിയും തമ്മിൽ ഷെയർ ചെയ്യുന്ന DNA എന്ന് പറയുന്നത് 98% മാത്രമാണ്. ജസ്റ്റ് 1% താഴെ കിടക്കുന്ന ഒരു DNA ഡിഫറൻസ് കാരണം മാത്രമാണ് ചിമ്പാൻസി ആയതും മനുഷ്യരായതും. അതായത് നമുക്കിപ്പോ ചിന്തിക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യരുടെ ചിമ്പാൻസിന്റെ DNA തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായപ്പോൾ തന്നെ റാഡിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ശരിക്കും ഈ 2 സ്പീഷീസിന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ചെറിയ ചേഞ്ച് നാച്ചുറലി ഇവോൾവ് ആയി വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണെന്നാണ് സയന്റിഫിക് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് നാച്ചുറലി ഇവോൾവ് ആയി വന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഇത് ആരായിരിക്കും ഇത് ഉണ്ടാക്കി വെച്ചത്? അപ്പൊ ഇത് ആരായിരിക്കും ഇങ്ങനെ ചെയ്തു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ സയന്റിസ്റ്റുമാർക്ക് തരാൻ പറ്റുന്ന ബെസ്റ്റ് ഉത്തരമാണ് ദൈവത്തിന്റെ ഒരു കളിയാണെന്നുള്ളത്. സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഇത്തരം കാര്യങ്ങളെല്ലാം ദൈവമാണ് ചെയ്തതെന്നുള്ള ഒരു കൺക്ലൂഷനാണ് ശരിക്കും സയന്റിസ്റ്റുമാർക്കൊക്കെ തരാൻ പറ്റിയ ബെസ്റ്റ് ആൻസർ. ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത് ദൈവം തന്നെ ആയിരിക്കും ചെയ്തു വെച്ചത്?
നിങ്ങളുടെ ആർഗ്യുമെന്റ് ഇതൊരു നാച്ചുറൽ എവല്യൂഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർക്ക് മാത്രം ഇന്റലിജൻസ് വന്നു? ഭൂമിയിൽ ലൈഫ് എമർജ് ചെയ്യാൻ തുടങ്ങിയത് ഇത്രയും കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 16.5 കോടി വർഷങ്ങളോളം നമ്മുടെ ഭൂമിയിൽ ഡൈനോസേഴ്സ് സർവൈവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻസ് ഇന്റലിജൻസ് സ്പീഷീസ് ഉണ്ടായിട്ടില്ല. ഇതിപ്പോ നമ്മുടെ സയന്റിഫിക് ലിമിറ്റേഷൻസ് കാരണം നമ്മൾ അറിയാണ്ട് പോയ കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു അറിവ് വെച്ചിട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള സ്പീഷീസ് ഭൂമിയിൽ ജീവിച്ച് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതൊരു നാച്ചുറൽ എവല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ മനുഷ്യരെ പോലെ തന്നെ ഇന്റലിജന്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു സ്പീഷീസും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ ഇല്ലാത്തടത്തോളം കാലം ഇത് ദൈവത്തിന്റെ ഒരു കളിയാന്നുള്ള ഒരു കാര്യം, അതായത് സയന്റിസ്റ്റുമാർ പറയുന്ന പോലെ ഇതൊരു ദൈവത്തിന്റെ കളിയാന്നുള്ളത് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ആ ഒരു പോയിന്റിലാണ് നമ്മുടെ റിസർച്ചിന്റെ റെലവൻസ് ഒക്കെ ഇരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ഒരു ഒറിജിൻ, ആരാണ് ശരിക്കും ദൈവം, എന്തിനാണ് ശരിക്കും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജനറ്റിക്കൽ കോഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം ആരായിരിക്കും? നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അടുത്തെടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അനുനാക്കി തന്നെയാണ്. അതായത് ഏൻഷ്യൻ മെസോപ്പൊട്ടേമിയൻ ടെക്സ്റ്റുകളിൽ കൊടുത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള സ്റ്റോറീസ് ആണ് ശരിക്കും ഇതിനോട് വളരെ സിമിലർ ആയിട്ട് നമുക്ക് കിടക്കുന്ന കാര്യങ്ങൾ. ഹ്യൂമൻസ്, അതായത് ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ശരിക്കും ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കപ്പെട്ട സ്പീഷീസ് ആണെന്ന് ശരിക്കും ഇവരുടെ ടെക്സ്റ്റുകളൊക്കെ പറയുന്നത്. അതിനോട് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഏൻഷ്യൻ മെസോപ്പൊട്ടേമിയയിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഡബിൾ ഹീലിക് സ്ട്രക്ചർ, അതായത് DNA ഒരു സ്ട്രക്ചറൊക്കെ അവരുടെ കൊത്തുപണിയിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇവിടെ ക്യൂണിഫോം ടാബ്ലറ്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതേപോലെ DNA മാനിപ്പുലേഷൻ ഇവർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്, ഇവരുടെ സ്റ്റോറി എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരു പാർട്ട് 1 വീഡിയോ മാത്രമാണ്. ഇനി അടുത്ത പാർട്ടിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അത് കേട്ട് കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയില്ലേ, അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഡീറ്റെയിൽസ് ആണ് ശരിക്കും എൻ്റെ കയ്യിലുള്ളത്. അതുമാത്രമല്ല UFO എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഒക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് എവിഡൻസ് ഇല്ലാത്തടത്തോളം കാലം അതെന്താന്ന് ആർക്കും അറിയാൻ പാടാത്ത രീതിയിലാണ് ശരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഒരു UFOനെ കൈയോടെ പിടികൂടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അത് ഞാൻ അറിഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടലിരിക്കുകയാണ്. ഒരുപാട് സയന്റിഫിക് സ്റ്റഡീസ് ഒക്കെ അതിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് ഒക്കെ കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അതോടൊപ്പം തന്നെ ഞാൻ ഇത്ര നാളും ചെയ്ത ദൈവം എന്നാണ് സീരീസിനകത്തുള്ള വീഡിയോസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ അകത്ത് ഞാൻ പറയുന്ന ഡീറ്റെയിൽസും ഈ പറഞ്ഞ UFO അടുത്തൊരുത്തിരിക്കുന്ന ഒരു ഡീറ്റെയിൽസും വളരെ 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 സിമിലർ ആണ്. അപ്പോൾ ആ വീഡിയോകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഇതാ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, പിന്നെ താഴെ ഒരു കമന്റ് ഇടാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു മറുപടി അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുക. അതായത് ഒരു കമ്മ്യൂണിറ്റി പോലെ താഴെ ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പൊ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് പാർട്ട് 2 കാണാം. അത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും.